അതിൻ്റെ പ്രവർത്തനങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ UDFൻ്റെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന അവസരമാണ്. ഇന്നലെ നോമിനേഷൻ സമർപ്പിച്ചു. അത് നോമിനേഷൻ്റെ സ്ക്രൂട്ടനി കഴിഞ്ഞ് നോമിനേഷൻ അന്തിമമായി അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ UDFൻ്റെ പരിപാടി ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 9-ാം തീയതി മുതൽ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ആരംഭിക്കും. 23 വരെയാണ് പര്യടന പരിപാടികൾ നടക്കുന്നത്. ഈ അവസരത്തിൽ രാഷ്ട്രീയമായി വളരെ നിർണായക പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം രാജ്യത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളും അതുപോലെ തന്നെ ലോകവും മാധ്യമങ്ങളുമൊക്കെ വളരെ കൗതുകത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. കാരണം രാജ്യത്തെ കഴിഞ്ഞ 10 വർഷത്തെ സാഹചര്യങ്ങൾ, നമ്മുടെ സംസ്ഥാനം എടുത്താൽ കേരളത്തിലെ കഴിഞ്ഞ 7.5 വർഷത്തെ ഭരണരംഗത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മൂലം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകണമെന്നാണ്. ഇന്ത്യ മുന്നണി 28 കക്ഷികൾ ഉൾപ്പെടുന്ന ആ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ കേരളത്തിലെ രൂപം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ 20 പാർലമെൻറ്റ് സീറ്റുകളിലും വിജയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ UDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരു സാധ്യതകൾ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന മേഖല കേരളത്തിൽ കോട്ടയം ജില്ലയാണ്. അപ്പോൾ റബ്ബറിൻ്റെ പ്രശ്നം, റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി, ഇന്നിപ്പോൾ റബ്ബറിന് കുറച്ച് വില ലഭിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. സ്ഥിരമായി അവർക്ക് ന്യായമായിട്ടുള്ളൊരു വില ലഭിക്കാനുള്ള നടപടികളാണ് വാസ്തവത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഒരു ന്യായവില എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൊഫസർ MS സ്വാമിനാഥൻ 2006 ഈ കാർഷിക മേഖലയെക്കുറിച്ച്, അത് പ്രത്യേകിച്ച് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് വാസ്തവത്തിൽ അത് A2 + FL + B2 + 50% എന്നാണ് അതിൻ്റെ ഫോർമുല. A2 എന്ന് പറഞ്ഞാൽ കർഷകർക്ക് വരുന്ന എല്ലാത്തരം ചെലവുകളും, FL എന്ന് പറഞ്ഞാൽ ഫാമിലി ലേബർ. ഒരു സാധാരണ കർഷകൻ എന്ന് പറഞ്ഞാൽ ആ കർഷകൻ്റെ കുടുംബം മുഴുവൻ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുക. C2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ കർഷകൻ കൃഷി ചെയ്യുന്ന ഭൂമിക്കൊരു തറവാടക നിശ്ചയിക്കേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ ഏത് കാര്യത്തിനും ഭൂമി വിട്ടുകൊടുത്താലും അതിന് നമുക്ക് വാടക റെൻ്റ് ലഭിക്കും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കൂട്ടി കാർഷിക പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഉൽപ്പാദന ചെലവ്, വിത്ത്, വളം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ എല്ലാ ഘടകങ്ങളുടെയും ചെലവ് ഉൾപ്പെടുത്തുക, കർഷകനും അവൻ്റെ കുടുംബവും ചെയ്യുന്ന ജോലിക്ക് കൂലി നിശ്ചയിക്കുക, കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് ഒരു തറവാടക നിശ്ചയിക്കുക. അപ്പോൾ അങ്ങനെ നിശ്ചയിച്ച് കിട്ടുന്ന തുകയുടെ 50% കൂടി കൂട്ടി ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കർഷകർ കേന്ദ്രത്തിൽ സമരം ചെയ്യുന്നത് ഈ MSP ഇത് നിയമവിധേയമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. നിയമപരമായി കർഷകർക്ക് ഇത് ലഭ്യമാക്കണം. ഇന്നിപ്പോൾ ഈ പ്രഖ്യാപനത്തിനപ്പുറം നിയമപരമായി ഇത് കൊടുക്കാൻ ഗവൺമെൻറ്റിന് യാതൊരു ബാധ്യതയുമില്ല. അപ്പോൾ നിയമപരമായി ഗവൺമെൻറ്റിന് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കേണ്ട ബാധ്യത ഉണ്ടാകണം എന്നുള്ളതാണ് കർഷകർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം. റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കർഷകർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പക്ഷെ നടപടികളൊന്നും അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 150 രൂപ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഇപ്പോൾ അതിൽ കൂടുതൽ വില കിട്ടുന്ന ഒരു സാഹചര്യം, ആഗോള മാർക്കറ്റിൽ കൂടുതൽ വില കിട്ടുന്നു.
വാസ്തവത്തിൽ ഇപ്പോൾ കർഷകരെ സഹായിക്കാൻ ചെയ്യേണ്ടത് ഈ റബ്ബർ കുറേ സംഭരിച്ചു അത് കയറ്റി അയക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസി മാർക്കറ്റ് ഫെഡിലും ഇല്ലേ, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്. അതെ, അവർക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ കർഷകരെ സഹായിക്കാൻ ചെയ്യേണ്ടത് വാസ്തവത്തിലാണ്. അപ്പോൾ ടൈംലി ആയിട്ടുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുമതി വന്ന് ഇവിടെ വില തകരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഈ ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റോട് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് ശക്തമായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് സാധാരണ പറയുന്നൊരു വാദഗതിയുണ്ട്, നമ്മൾ WTO കരാറിൽ ഒപ്പിട്ട് പോയി. WTO കരാർ പ്രകാരം ഇതിൻ്റെ ബൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഈ പരമാവധി 25%. റബ്ബറിൻ്റെ ബൗണ്ടറി, അതായത് പരമാവധി നമുക്ക് ചുമത്താവുന്ന ഇറക്കുമതി ചുങ്കം 25% മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഉണ്ട്, അതിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്, ചുമത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇറക്കുമതി നടക്കും. പക്ഷേ ഇതിനു മുമ്പ് ബ്ലോക്ക് റബ്ബർ അല്ലെങ്കിൽ കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് 10%. അതും ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലൂടെ കേന്ദ്ര ഗവൺമെൻറ് 25% ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇറക്കുമതി കൂടുതൽ ലാഭകരം എന്നുള്ള നിലയിൽ ടയർ കമ്പനികൾ വലിയ തോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്ത് ഈ കോമ്പൗണ്ട് റബ്ബറൊക്കെ ഇറക്കുമതി ചെയ്ത് സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആഭ്യന്തര മാർക്കറ്റിൽ വില കൂടുതൽ ഉയരാത്തത്. ആഗോള മാർക്കറ്റ് അനുസരിച്ചുള്ള വില ഇവിടെ കിട്ടാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ ഒരു ഇൻ്റർവെൻഷൻ, ഒരു ഇടപെടൽ ആവശ്യമാണ്. വാസ്തവത്തിൽ ഈ WTO കരാറിൽ തന്നെയുള്ള വ്യവസ്ഥ ഏതെങ്കിലും ഒരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത ഇറക്കുമതി മൂലം ആഭ്യന്തരമായിട്ടുള്ള വില തകർച്ച, അതുപോലെ തന്നെ തൊഴിൽ നഷ്ടം, സാമ്പത്തിക നഷ്ടം ഇതൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയും. ആ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷണ ചുങ്കം ഏർപ്പെടുത്താനുള്ള വ്യവസ്ഥ ഈ കരാറിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ഇൻവോക്ക് ചെയ്യണം, അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അത് സാധാരണ ചെറുകിട ഇടത്തരം കർഷകർക്ക് ചെയ്യാവുന്നൊരു കാര്യമല്ല. ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ ഏജൻസിയും തയ്യാറാകണം, അതല്ലെങ്കിൽ റബ്ബർ ബോർഡ് അതിന് മുൻകൈയെടുക്കും. അപ്പോൾ അതിനൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെ നിർബന്ധിതമാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ യാതൊന്നും ചെയ്യാൻ ഇവിടെ തയ്യാറല്ല. ഇവിടെ ഇതെല്ലാം ഇങ്ങനെ നിസ്സംഗതയോടുകൂടി ഇരിക്കുക എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ വളരെ ശക്തമായി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപരമായ ഒരു തീരുമാനമെടുപ്പിക്കാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാക്കാൻ. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ ഈ കോട്ടയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പാലായി മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാർഷിക രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് റബ്ബറിൻ്റെ കാര്യമാണ് പറയാം. മറ്റൊന്ന്, ഇപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം എടുത്താൽ അപ്പർ കുട്ടനാടിൻ്റെ മേഖല നെൽകർഷകർ അവർ നേരിടുന്ന പ്രശ്നം അതിവിടെ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. കാരണം നെല്ല് സംഭരിച്ചതിന് ശേഷം കൃത്യമായി കർഷകർക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് നെൽകർഷകർക്ക് ഇവിടെ ഇപ്പോൾ കൊടുക്കുന്ന 1 കിലോ സംഭരിച്ചാൽ 28 രൂപ 20 പൈസയാണ് കൊടുക്കുന്നത്. വാസ്തവത്തിൽ അത് പോരാ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല അനുസരിച്ചാണെങ്കിൽ ഒരു 37-38 രൂപയിൽ കൂടുതൽ കർഷകർക്ക് കിട്ടേണ്ടതാണ് 1 കിലോ നെല്ല്. പക്ഷേ ഇവിടെ വെച്ചൂര് ഒരു ഫാക്ടറി, ഒരു റൈസ് മില്ലുണ്ട്. പക്ഷേ മോഡേൺ റൈസ് മില്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായും നമ്മളിവിടെ സംഭരിച്ച് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. വെച്ചൂരിലെ മില്ലിൽ ഞാൻ അന്വേഷിച്ചു, അവിടെ ആകപ്പാടെ നെല്ല് കുത്തി അരിയാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ലല്ലോ, എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം നെല്ലിൽ, മലര്, അവല് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് വിവിധം ഇതുണ്ടാക്കി ഇപ്പോൾ കർഷകർക്ക് ഒരു ന്യായവില കൊടുത്ത് നെല്ല് സംഭരിച്ച് ഇവിടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള സംരംഭം ഉണ്ടാകും. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു ബാങ്ക് കൺസോർഷ്യം, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന 3 ബാങ്കുകളുടെ ഒരു സംയുക്ത സംരംഭമായിട്ടാണ് ഈ നെല്ല് സംഭരണം നടക്കുന്നത്. നെല്ല് സംഭരണമല്ല, സംഭരിച്ചതിന് ശേഷം അവർക്ക് ഈ PRS പാഡി റെസിപ്റ്റ് ഷീറ്റ് വെച്ച് അവർക്ക് ലോൺ കിട്ടുന്നത് അതിലൂടെയാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം, എന്നിട്ടും കൃത്യമായിട്ട് ലോൺ കിട്ടുന്നില്ല. സർക്കാർ ചെയ്യേണ്ടത് സഹകരണ മേഖലയിലുള്ള പണം, കെട്ടിക്കിടക്കുന്ന പണം, ഏതാണ്ട് 32,000 കോടി രൂപ സഹകരണ മേഖലയിൽ വെറുതെ കിടക്കുകയാണ്. അതിൽ നിന്നെടുത്ത് ഇവിടെ ഇപ്പോൾ മൊത്തം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാൽ 1570-80 കോടി രൂപ മതി സംഭരിക്കാൻ. ഈ 32,000 കോടി രൂപ ഉള്ളപ്പോൾ ഈ സഹകരണ മേഖലയിൽ നിന്ന് ആ പണം എടുത്ത് ഇത് കർഷകർക്ക് കൊടുത്ത് സഹകരണ മേഖലയ്ക്കും ഗുണമാണ്. സർക്കാരാണ് ഇപ്പോൾ ഈ ബാങ്കിൻ്റെ മുതലും പലിശയും അടയ്ക്കുന്ന സർക്കാരാണ്. സഹകരണ മേഖലയിൽ ആ മുതലും പലിശയും സർക്കാർ അടയ്ക്കാൻ തയ്യാറായാൽ സഹകരണ മേഖലയ്ക്കും മെച്ചമാണ്, കർഷകർക്കും പെട്ടെന്ന് അവരുടെ പണം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഇതുണ്ടാകണം. അതിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഈ
വെച്ചൂരിലെ മോഡേൺ റൈസ് മിൽ അത് വിപുലീകരിക്കുക, പുതിയതായി നബാർഡിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഒരു മോഡേൺ റൈസ് മിൽ കൂടി സ്ഥാപിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയാണ്. ഇപ്പോൾ കുമരകം ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്കറിയാം, അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മേഖലകളാണ്. ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പാലായുമായി ബന്ധപ്പെട്ടെടുത്താൽ ഇല്ലിക്കൽ കല്ല്, ഇലവിഴ, പുഞ്ചിറ തുടങ്ങിയ മേഖലകൾ വലിയ സാധ്യതയുള്ള മേഖലകളാണ്. അപ്പോൾ ഇതിനെയെല്ലാം കൂടി ബന്ധപ്പെടുത്തി ഈ പറയുന്ന കുമരകം ഉൾപ്പെടെ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഇതുപോലെ വളർത്തിയെടുക്കാൻ സാധ്യതയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി ഒരു ടൂറിസം സർക്യൂട്ട് നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഏറ്റവും, അതായത് ഒരു പിൽഗ്രിം ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് നമ്മുടെ ഈ പ്രദേശം. നമുക്കറിയാമല്ലോ, ഏറ്റവും പൗരാണികമായിട്ടുള്ള ഒട്ടേറെ ആരാധനാലയങ്ങളുള്ള ജില്ലയാണ് കോട്ടയം. ഇപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കോട്ടയം പട്ടണത്തിൽ തന്നെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 10ഓളം വളരെ പുരാതനമായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്. വലിയ പള്ളി, കോട്ടയം വലിയ പള്ളി, ചെറിയ പള്ളി, അതുപോലെ തന്നെ താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, മഹാദേവ ക്ഷേത്രം, തളിയിൽ മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ വെങ്കടേശ്വര തിരുനക്കര അമ്പലം തുടങ്ങി ഇഷ്ടം പോലെയാണ്. പിന്നെയിപ്പോൾ കോട്ടയം എന്ന് പറയുമ്പോൾ അൽഫോൻസാമ്മയുടെ ഭരണജ്ഞാനം, അതുപോലെ തന്നെ നമ്മളുടെ ചാവറ പിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാന്നാനം ഉൾപ്പെടെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒട്ടേറെ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് നമുക്ക് വാസ്തവത്തിലൂടെ